നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വരുന്നത് പ്രമേഹ രോഗികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ഷുഗർ സ്പൈക്സ് കൺട്രോൾ ചെയ്യാനാണ്. കാരണം നമ്മളുടെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിലും കാർബ് കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുന്നത് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ അവരുടെ ബ്ലഡ് ഷുഗറിനെ ഇമ്പാക്റ്റ് ചെയ്യും. പക്ഷേ എല്ലാവരും കഴിക്കുന്നത് വെള്ളയപ്പം, പത്തിരി, അതുപോലത്തെ ഇടിയപ്പം, അതുപോലത്തെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇതെല്ലാം ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു സ്പൈക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് വളരെ ഹൈ ആയിട്ടുള്ളൊരു ഇൻസുലിൻ ബോളസ് അല്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസ് വേണ്ടി വരുന്നു. അപ്പോൾ അത്രയും സ്പൈക്സ് ഉണ്ടാക്കാത്ത ചില ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മളുടെ ഇനി സീരീസ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സീരീസാണ്. അപ്പോൾ ആദ്യത്തെ ഭക്ഷണം നമ്മൾ ഇന്ന് ജസ്റ്റ് കാണിക്കാം. വളരെ ഈസി ആയിട്ടുള്ളതാണ് റാഗി ദോശ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊരു 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്, ആവശ്യമുള്ള സോൾട്ട് ഇട്ടിട്ടുണ്ട്, ഒരു 1/2 കപ്പ് കേർഡ് നമ്മൾ ഇടുന്നുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൺസിസ്റ്റൻസി ഒരു പോറിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. 1 കപ്പ് റാഗി, 1/2 കപ്പ് കേർഡ്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇതിൻ്റെ ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് നമ്മൾ പറയാം. കലോറി 110 ആണ്, കാർബ് കണ്ടൻറ്റ് 20 ഗ്രാം ആണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഹെൽത്തി ഡയബറ്റിക് പ്ലേറ്റ് ഡിസൈൻ ചെയ്തത്. സോ നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് നമ്മൾക്ക് പറയാം. നമ്മൾ എടുത്ത അത്രയും റാഗി, കേർഡ്, വാട്ടർ എല്ലാത്തിനും കൂടെ നമ്മൾക്ക് കലോറി വന്നിരിക്കുന്നത് 110 ആണ്, കാർബ് കണ്ടൻറ്റ് 20 ഗ്രാം ആണ്, പ്രോട്ടീൻ 3 ഗ്രാം ആണ്, ഫാറ്റ് 2 ഗ്രാം ആണ്. അതായത് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡയബറ്റിക് പ്ലേറ്റ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് 1/4 കാർബ്സ് ആണ്, 1/2 നമ്മൾ വെജിറ്റബിൾസ് ആണ്, എക്സ്ട്രാ ഫൈബറിന് വേണ്ടി നമ്മൾ കുറച്ച് സ്പ്രൗട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടീൻ നമ്മൾ സാമ്പാറിലൂടെയാണ് തരുന്നത്. മാത്രമല്ല നമ്മളുടെ റാഗി ദോശയിലും കേർഡ് ഉണ്ട്, അതും പ്രോട്ടീൻ തരും. അപ്പോൾ ആസ് എ ഹോൾ കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് 2 എഗ് വൈറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മീൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് സ്പൈക്സ് മിനിമലായിരിക്കും. അപ്പോൾ ഇത് നമ്മളുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് റാഗി ദോശ. വളരെ ഈസിയാണ്. റാഗിയും കേർഡും വെള്ളവും ഉപ്പും ഉണ്ടെങ്കിൽ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാം.